Hi students, in the CA Intermediate Strategic Management first chapter ആയിട്ടുള്ള Introduction to Managementലെ topics ആണ് Management Aspects and Concept of Strategy ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ 3 ആസ്പെക്ട്സ് ആണ് ഇവിടെ നോക്കുന്നത്. ഒന്ന് ഫങ്ഷൻസ് ആൻഡ് പ്രോസസ്, ഇൻഫ്ലുവൻസ് പ്രോസസ്. 3 ഗോൾ ഫോർമുലേഷൻ ആൻഡ് സ്ട്രാറ്റജിയാണ്. ഈ ഫങ്ഷൻസ് ആൻഡ് പ്രോസസ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് എ സെറ്റ് ഓഫ് ഇൻ്റർറിലേറ്റഡ് ഫങ്ഷൻസ് ആൻഡ് പ്രോസസ് ഇൻക്ലൂഡിങ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോൾ. ഫങ്ഷൻസ് ആൻഡ് പ്രോസസ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ കൂട്ടമായാണ്. ഇത് പ്ലാനിങ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് സ്റ്റാഫിനെ നിയന്ത്രിച്ച് ഡയറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇൻഫ്ലുവൻസ് പ്രോസസ്. മാനേജ്മെൻറ്റ് ആക്ട് ആസ് ആൻ ഇൻഫ്ലുവൻസ് പ്രോസസ് ടു അച്ചീവ് വിഷൻ, മിഷൻ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷൻ വിഷൻ, ലക്ഷ്യങ്ങൾ എന്ന് നേടിയെടുക്കുന്ന മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഒരു പ്രക്രിയയാണിത്. നെക്സ്റ്റ് ഗോൾ ഫോർമുലേഷൻ ആൻഡ് സ്ട്രാറ്റജി. മാനേജേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഫോർമുലേറ്റിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ്, വാല്യൂ ആൻഡ് സ്ട്രാറ്റജീസ് ടു അഡാപ്റ്റ് ആൻഡ് അഡ്ജസ്റ്റ് ടു ബിഹേവിയറൽ ചേഞ്ചസ് ആൻഡ് ഷിഫ്റ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ്. കമ്പനിയുടെ ഗോൾസ് നിശ്ചയിക്കുന്നതും മാറിക്കൊണ്ടിരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതും മാനേജർമാരുടെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് പോകുന്നത് സ്ട്രാറ്റജിയുടെ കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാന കാര്യങ്ങളാണ്. ഇൻ്റഗ്രേറ്റഡ് ഫ്രെയിം വർക്കാണ് ഒന്നാമത്തേത്. സ്ട്രാറ്റജി പ്രൊവൈഡ് എ കോംപ്രഹെൻസീവ് അപ്രോച്ച് ടു ഇവാലുവേറ്റിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്, അഡ്രസ്സിംഗ് ത്രെഡ്സ്, യൂട്ടിലൈസിംഗ് സ്ട്രെങ്ത്, മൈറ്റിഗേറ്റിംഗ് വീക്ക്നെസ്. അങ്ങനെ പറയുമ്പോൾ എന്താണ്, ഇതൊരു സമഗ്രമായ സമീപനമാണ്. ഇതിലൂടെ ഒരു കമ്പനി തങ്ങളുടെ SWOT മീൻസ് എസ് സ്റ്റാൻഡ് ഫോർ സ്ട്രെങ്ത്, W വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, T ത്രെഡ്സ്, അതായത് ശക്തിയും അവസരങ്ങളും മുതലാക്കുകയും പോരായ്മകളും ഭീഷണികളെയും പരിഹരിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് അനലിറ്റിക്കൽ സ്കിൽസ് റിക്വയർമെൻ്റ് ആണ്. സ്ട്രാറ്റജി പ്ലാനിങ് റിക്വയർഡ് വിഷണറി സ്കിൽസ്, അനലിറ്റിക്കൽ സ്കിൽസ് ആൻഡ് പ്ലാനിങ് സ്കിൽസ് ആണ്. ഒരു സ്ട്രാറ്റജി തയ്യാറാക്കാൻ വിഷണറി, ദീർഘവീക്ഷണം, വിശകലന കഴിവ്, അനലിറ്റിക്കൽ ശരിയായ പ്ലാനിങ് എന്നിവ ആവശ്യമാണ്. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തേത് ഗോൾ ആൻഡ് മീൻസ് അലൈൻമെൻറ്റ്. ഗോൾ ആൻഡ് മീൻസ് അലൈൻമെൻറ്റിലേക്ക് നോക്കുമ്പോൾ it aims to connect organizational goal with method for achieving them. കമ്പനിയുടെ ലക്ഷ്യങ്ങളും അത് നേടിയെടുക്കാനുള്ള വഴികളും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ലോങ് റേഞ്ച് ബ്ലൂ പ്രിന്റ്. സ്ട്രാറ്റജി ഔട്ട്ലൈൻ എ ലോങ് ടേം പ്ലാൻ ഫോർ ആൻ ഓർഗനൈസേഷൻസ് ഡിസൈഡ് ഐഡന്റിറ്റി, ഡയറക്ഷൻ ആൻഡ് ഗോൾസ്. ഇതൊരു ദീർഘകാലത്തേക്കുള്ള പ്ലാൻ ആണ്. കമ്പനിയുടെ ഭാവി എങ്ങോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ഇത് നൽകുന്നത്. നെക്സ്റ്റ് പോവുകയാണെങ്കിൽ റിക്വയർ ഗുഡ് മാനേജ്മെൻറ്റ് ഓൾസോ. സ്ട്രാറ്റജി ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ സൗണ്ട്, അലേർട്ട് ആൻഡ് റെസ്പോൺസിബിൾ മാനേജ്മെൻറ്റ്. നല്ല മാനേജ്മെൻറ്റിന് പകരം വെക്കാൻ സ്ട്രാറ്റജിക്ക് കഴിയില്ല. അതായത് സ്ട്രാറ്റജി മാത്രം പോരാ, അത് നടപ്പിലാക്കാൻ മികച്ച മാനേജ്മെൻറ്റ് തന്നെ വേണം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നോട്ട് പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് ആൻഡ് സ്ട്രാറ്റജി ക്യാൻ നെവർ ബി പെർഫെക്റ്റ്, ഫ്ലോസ്ലെസ് ആൻഡ് ഒപ്റ്റിമൽ. ഒരു സ്ട്രാറ്റജിയും 100% പെർഫെക്റ്റ് ആയിരിക്കില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. നെക്സ്റ്റ് അലവൻസ്. സൗണ്ട് സ്ട്രാറ്റജി അലവൻസ് ആർ മെയ്ഡ് ഫോർ പോസിബിൾ മിസ്കാൽക്കുലേഷൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ്. കണക്കിൽ കൂട്ടലുകൾ വരാവുന്ന തെറ്റുകളോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾക്കോ ഉള്ള മുൻകരുതൽ സ്ട്രാറ്റജിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ, ബാക്കി പാർട്ട് നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ബൈ.